കടുവ ഭീതിയിൽ ആശങ്കയിലാണ് കോഴിക്കോട് അത്തോളിയിലെ കുമുള്ളി നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രി കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. അതേസമയം കടുവയാണെന്ന സാധ്യത തള്ളാതെ വനംവകുപ്പ് അധികൃതർ. അത്തോളി കുമുള്ളി നിവാസികൾ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രദേശത്ത് കടുവയെ കണ്ടതായി നാട്ടുകാരിൽ ചിലർ പറഞ്ഞത്. പുത്തഞ്ചേരി റോഡിലെ സെയ്ദ് തോട്ടത്തിലിന്റെ വീടിനു മുന്നിൽ കടുവയെ പോലെ ഒരു ജീവിയെ കണ്ടതായാണ് സമീപവാസികൾ പറയുന്നത്. ഇത് ജനങ്ങളെ ആശങ്കയിലാണ്, പരിഭ്രാന്തിയിലാണ്. ഇന്നലെ രാത്രി 11:30 മണിയോടുകൂടി നമ്മുടെ സെയ്ദുക്കാരുടെ വീടിന് മുമ്പിലാണ് നമ്മൾ ഇതിനെ കണ്ടത്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ മകനാണ് ഈ ചിത്രം കണ്ടത്. അപ്പോൾ ഇവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു ആ ചിത്രത്തിൽ കാണുന്ന വര കടുവയ്ക്ക് സമാനമാണ്. എന്നാൽ അതിൻ്റെ ആ ഫോട്ടോയിൽ കാണുന്ന വലുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 4 സ്ക്വാഡായിട്ട് 6 പേർ ചേർന്നിട്ട് ഈ വാർഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അത്തോളി പോലീസും കക്കയത്ത് നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. ആ ഫോട്ടോത്തിൻ്റെ ആധികാരികത എത്രമാത്രം കൃത്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോത്തിൽ ഞങ്ങൾ 100% ഫേക്കാന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാലും ആ ഫോട്ടോ വെച്ചിട്ട് പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചുറ്റളവിൽ ഒരു 2 കിലോമീറ്റർ സറൗണ്ടിൽ 6 ടീമായിട്ട് ഞങ്ങൾ പരിശോധന നടത്തി. കക്കയം, പെരുവണ്ണാഴി, RRT ടീമാണ് ഇപ്പം പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ ഒരു സ്ഥലത്ത് തന്നെ കാൽപ്പാടുകളോ ഒന്നും തന്നെ ഒരു പഗ് മാർക്കും കണ്ടില്ല, ഒരു ജീവിൻ്റെ ഇതും കണ്ടിട്ടില്ല. പന്നീൻ്റെ മാത്രം കണ്ട്, മറ്റ് നമ്മൾ പറയുന്ന ഇതുപോലത്തുള്ള കടുവ, പുലിൻ്റെ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ സംശയം ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്. 2 ക്യാമറ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോയുടെ ആധികാരികത പരിശോധിക്കുന്നുവെന്നും വന്യമൃഗത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനാണ് 2 ക്യാമറകൾ സ്ഥാപിച്ചതെന്നും അധികൃതർ പറഞ്ഞു. RRD ഉദ്യോഗസ്ഥരും വനം വകുപ്പ് പെരുവണ്ണാമൂഴി റേഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി 2 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തി. ഭീതി വേണ്ടെന്നും എന്നാൽ ജാഗ്രത വേണമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. രാത്രിയിലും പരിശോധന തുടരുമെന്നും അധികൃതർ പറഞ്ഞു. ജനം, കോഴിക്കോട്.